ജയചന്ദ്രൻ, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉണ്ടായിരുന്ന ഒരു വിവാദമാണ് ഇത്. അതിനോട് ആദ്യം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രതികരിച്ചു, പിന്നീട് പിണറായി വിജയൻ അത് വിശദീകരിച്ചു. അദ്ദേഹം RSSും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട്, ആ ചരിത്രത്തോട് ഇപ്പോൾ പഴയ കാര്യങ്ങൾ എന്ന മട്ടിലാണ് വേണു പ്രതികരിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായ പ്രതികരണമാണ്, പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴും കോൺഗ്രസ് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉറച്ചു നിൽക്കുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോൺഗ്രസിൻ്റെ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. താങ്കൾ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. 77-ൽ ഈ രാജ്യത്ത് എന്താണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 77-ൽ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുകയും ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മുന്നണി ഒരു പാർട്ടിയെ തന്നെയായി മാറുകയും ചെയ്തു. ആ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളും ആയിട്ടാണ് CPIM-ന് തെരഞ്ഞെടുപ്പ് ബന്ധം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി അവിതർക്കിതമായി പറഞ്ഞിരുന്നു, അടിയന്തരാവസ്ഥയിൽ RSSുമായോ ജനസംഘവുമായോ ഒരു സഹകരണവും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ടാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ആ ജനതാ പാർട്ടി പിന്നീട് പിളർന്ന് ആ ജനതാദളിൻ്റെ RSS ഉൾപ്പെടുന്ന സഖ്യത്തോട് കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുകയും O രാജഗോപാൽ മുതൽ KG മാരാർ വരെ അവരുടെ സ്ഥാനാർത്ഥികളായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചരിത്രവും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഈ വാദം നിലനിൽക്കുന്നതാണോ? കേരളത്തിൽ BJPയും RSSും തമ്മിൽ, അല്ലെങ്കിൽ BJPയുടെ പൂർവ്വരൂപമായ ജനസംഘവും CPIM-ഉം തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നുവോ? ആ ബന്ധം തുടരുന്നു എന്ന കോൺഗ്രസിൻ്റെ വാദത്തിന് പ്രസക്തിയുണ്ടോ ഇപ്പോൾ? ജയചന്ദ്രൻ്റെ നിരീക്ഷണം. NBC ഇതിൽ ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞതും ഇന്ന് വ്യക്തത വരുത്തിയതും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതുമായി അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവുമില്ല. മുഖ്യമന്ത്രി അത് ഭംഗിയായി തന്നെ വിശകലനം ചെയ്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത്രയും നമ്മൾ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, ഏറ്റവും ചുരുക്കി പറയാം, അതാണല്ലോ വേണ്ടതും. അതെ, അതിന് സമയമുണ്ടാവില്ല. 77-ൽ വിശാലമായ ഒരു കൂട്ടുകെട്ടാണ് ഉണ്ടായത്. അത് ഈ ജനസംഘം അടക്കമുള്ള പാർട്ടികൾ, അതിൽ CFD ജഗ്ജീവൻ റാമിൻ്റെ കോൺഗ്രസ് ഫോർവേഡ് ബ്ലോക്ക്, സ്വതന്ത്ര പാർട്ടി, ലോക്ദൾ, അങ്ങനെ പല പാർട്ടികൾ, ആ പാർട്ടികൾ പിരിച്ചു വിട്ടിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കുകയാണ്. അതെന്താ കാണാത്തത്? അതല്ലേ ഇതിൻ്റെ അകത്ത് ഏറ്റവും നിർണായകമായി കാണുകയും പറയുകയും ചെയ്യേണ്ട കാര്യം അതല്ലേ? ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാവുന്നത് മറ്റ് പല പാർട്ടികൾ, ജനസംഘം അടക്കമുള്ള പാർട്ടികൾ പിരിച്ചു വിട്ടിട്ടാണ് ജനതാ പാർട്ടിയായി മത്സരിക്കുന്നത്. അതിലൊന്നും CPIM പിരിച്ചു വിട്ടിട്ട് അവിടെയും കയറിയിട്ടില്ല, എല്ലാവർക്കും അറിയുമല്ലോ. അന്നും ഇന്നും CPIM ആയിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെ മത്സരിച്ചു. CPIM അതിനെ മുഖ്യമന്ത്രി ശരിയായി തന്നെ നിരീക്ഷിച്ചതുപോലെ, വിശകലനം ചെയ്തതുപോലെ, അതിൽ ആ തെരഞ്ഞെടുപ്പ് ധാരണയിൽ ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നു. അത് നിഷേധിച്ചില്ലല്ലോ. പിന്നീട് അത് 79-ൽ പൊളിയുകയാണല്ലോ ചെയ്തത്. ജനതാ പാർട്ടി മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് താഴെ വീഴുകയാണല്ലോ ചെയ്യുന്നത്. അത് അകത്തുനിന്ന് തന്നെ ജനസംഘത്തിനെ ജനതാ പാർട്ടിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അകത്തൊരു സംഘം പ്രവർത്തിക്കുകയും അത് പ്രശ്നമാവുകയും ഈ ജനസംഘത്തിൽ തന്നെ ഇരട്ടാംഗത്വത്തിൻ്റെ പ്രശ്നം വന്നു. ഒരു കൂട്ടർ ജനതാ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ജനസംഘത്തിൻ്റെ മെമ്പർമാരായി തുടരുന്ന നില വന്നു. BJPയിലെ ആൾക്കാർ തന്നെ, പിന്നീട് BJP ആൾക്കാർ തന്നെ, അതെ, RSSൻ്റെ മെമ്പർമാരായി തുടർന്ന, അതെ RSSൻ്റെ ജനസംഘം അക്കാലത്ത് RSS തന്നെയാണ് NBC, മറ്റ് വ്യത്യാസമൊന്നുമില്ലല്ലോ ആ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ വരുമ്പോൾ. അതാണ് ഞാൻ അങ്ങ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് അപ്പോഴൊക്കെ CPIM-ൻ്റെ നില എന്താണ്? CPIM അവിടുന്ന് വിഘടിച്ച് മാറുകയാണല്ലോ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ 79-ൽ തന്നെ കേരളത്തിൽ 4 ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് CPIM മത്സരിച്ചതെന്നും CPIM-നെതിരായിട്ട് ഈ കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും കൂടെ മുന്നണി വന്നത് എങ്ങനെയാണ് എന്ന ചരിത്രമൊക്കെ വിശദമായി തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ 4 മണ്ഡലത്തിലും, അതായത് കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല, 4 മണ്ഡലങ്ങളിലാണ് ബൈ ഇലക്ഷൻ നടക്കുന്നത് 79-ൽ. അവിടെ CPIM തന്നെ ജയിക്കുകയും ചെയ്ത ചരിത്രം പറയുന്നുണ്ട്. പിന്നീടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി 80-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ നടക്കുന്നു.
അപ്പോൾ കാസർഗോഡ് പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ ഒ രാജഗോപാലാണ് സ്ഥാനാർത്ഥി. അവിടെ തന്നെയുള്ള പെരിങ്ങളം നിയമസഭാ മണ്ഡലത്തിലോ അവിടെ കെ ജി മാരാരാണ് സ്ഥാനാർത്ഥി. അത് രാമണ്ണറെ ലോക്സഭയിലേക്ക് ജയിക്കുന്നു, രാജഗോപാലിനെ പരാജയപ്പെടുത്തി. എ കെ ശശീന്ദ്രൻ ഇപ്പോഴത്തെ വനം മന്ത്രി അന്ന് പിന്നെ ഇദ്ദേഹത്തെ കെ ജി മാരാരെ തോൽപ്പിക്കുന്നു. വലിയ ഭൂരിപക്ഷം മുന്നണിയാണത്. മുന്നണി കോൺഗ്രസ്. അതെ ജനസംഘത്തിൻ്റെ ആൾക്കാരായിട്ട് നിന്നെങ്കിലും കോൺഗ്രസ് മുന്നണിയിലായിരുന്നു. ഇനി അതിനു മുൻപ് EMS പട്ടാമ്പിയിൽ EP ഗോപാലിനെ CPI നേതാവിനെ പെരിന്തൽമണ്ണയിൽ തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ ഇവരിറക്കിയത് ആരെയാണ്? ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അത് പരസ്യമായ പ്രസ്താവന ഇറക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം NBCക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ. എന്നിട്ട് മാധവമേനോനെയാണ് പിൻവലിക്കുന്നത്. ഇവരെ മാധവമേനോനെ പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും കോൺഗ്രസിന്റെ ഈ വാദങ്ങൾ നിലനിൽക്കുമോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഇല്ല, എങ്ങനെ നിലനിൽക്കാനാണ്? എങ്ങനെയാണ് നിലനിൽക്കുക? അത് കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രമാണല്ലോ ചുരുക്കി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി